കുട്ടികൾക്കൊക്കെ കൊടുത്താലേ അപ്പം തന്നെ തീർത്ത് തരുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മളും തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു അച്ചാറായിരിക്കും ഇത്. അപ്പോൾ വേറൊന്നുമല്ല, പൈനാപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു പൈനാപ്പിൾ എടുക്കുക. ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഞാൻ ചെറിയൊരു പീസ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരുപാടങ്ങ് പഴുത്തുപോയ പൈനാപ്പിൾ എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പൈനാപ്പിളാണ് എടുക്കേണ്ടത്. ഇത് വലിയ പുളിയൊന്നുമില്ല കേട്ടോ, മധുരമുള്ള പൈനാപ്പിളായിരുന്നു. പുളിയുള്ള പച്ചയൊക്കെ എടുത്താൽ ഭയങ്കര പുളിപ്പായി പോകും കേട്ടോ, അത് ശരിയാവത്തില്ല കേട്ടോ. മധുരമുള്ള തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്രയും വേണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. വെളുത്തുള്ളി ഇട്ടോ, പക്ഷേ ഇഞ്ചി കുറച്ച് മതി കേട്ടോ, ചെറിയൊരു പീസ് ഇഞ്ചി മതി. അപ്പോൾ ഈ പൈനാപ്പിൾ ഇഞ്ചിയായിട്ടൊന്നും സ്യൂട്ടാവില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അച്ചാറ് ചട്ടിയിലാട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 50 ഗ്രാം ഒന്നും വേണ്ട, അതിലും താഴെ പച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തീ ഫുൾ ഫ്ലെയിമിലിരിക്കുവാണ് കേട്ടോ. ഇതിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ പതയൊക്കെ പോയി. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോകും, അതിൻ്റെ കളറും മാറും. അപ്പോൾ ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ടേക്കുന്നത് പിരിയമുളക് പൊടിയാണ്. അപ്പോൾ അതിൻ്റെ പച്ചച്ചൊവ്വയൊന്ന് മാറുന്നവരെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് ചെറിയ തീയിൽ വെക്കാം കേട്ടോ. ഇതിനകത്തുനിന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിലേ വെക്കാവുള്ളൂ, ഇതൊന്ന് വാടാൻ വേണ്ടിയാട്ടോ. അപ്പം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഞാൻ ഉപ്പിടാൻ മറന്നുപോയായിരുന്നേ, അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ വെച്ച് അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ് കേട്ടോ, പുളിവെള്ളം. അപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ശർക്കര പാനിയാണ് കേട്ടോ. പാനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ശർക്കര പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതാ ഒരു നോർമൽ ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ്സാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം മധുരവും പുളിയും എരിവും ഒരുപോലെ ഒന്ന് നിൽക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരവും ശർക്കരയുടെ മധുരവും ആ പിഴിപുള്ളിയുടെ പുളിയും നല്ല അടിപൊളിയായിരിക്കും. അപ്പം അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, എന്നിട്ടിത് അടച്ച് വെക്കണം കേട്ടോ. ഇനി ചേർക്കാനുള്ളത് കായപ്പൊടിയും ഉലുവയും കൂടി പൊടിച്ചതാട്ടോ. അതൊരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം, അതുവരെ ഒന്ന് അടച്ച് വെക്കണം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈത്തപ്പഴ അച്ചാർ കഴിക്കുന്ന പോലെ തന്നെ. എൻ്റെ മോൾക്ക് ഉപ്പ് നോക്കാൻ കൊടുത്ത കേട്ടോ, ടേസ്റ്റ് നോക്കാൻ കൊടുത്തതാണ്. അപ്പോൾ തന്നെ ഒരു പാത്രം കൊണ്ടുവന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ മൂത്ത ആളുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നിപ്പോൾ പകുതി തീർത്തേനെ. അവളിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ അച്ചാറൊക്കെ മധുരമുള്ളതും ഒക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെയും ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.